ഈ പ്രണയപ്പകയൊക്കെ മൂത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പല തരത്തിൽ കാമുകന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കഷായം ഗ്രീഷ്മയൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. പക്ഷേ സ്ഥിതി വ്യത്യസ്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാമുകന്മാരോടൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്നാണ് എല്ലാവരും ഭയക്കേണ്ടത് തന്നെയാണ്. എന്താ സംഭവിച്ചത്? സംഭവം കേരളത്തിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലാണ്. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു കാമുകനും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം സ്ത്രീകളൊക്കെ ഇത്രമാത്രം ക്രൂരമായിട്ട് എന്തിനാണ് അത്രമാത്രം ക്രൂരമായിട്ട് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല. നിലവിളിച്ച് ഓടുകയായിരുന്നു, ചോര വാർന്ന് നിലവിളിച്ചോടുകയായിരുന്നു ഈ യുവാവ്. പിന്നിൽ കാമുകിയാണ്. ഏറെ വർഷം ഇവർ തമ്മിൽ ഒരു കടുത്ത പ്രണയബന്ധത്തിലായിരുന്നു. ഏതാണ്ട് 10-15 വർഷത്തോളം വലിയ കുട്ടിക്കാലം മുതലേ വലിയ ബന്ധത്തിലായിരുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ട് പ്രകാരം ലഭിക്കുന്നത്. ഇതിലെ യുവാവിൻ്റെ പ്രായം 33 വയസ്സാണ്. ഈ യുവതിക്ക്, ഈ പെൺകുട്ടിക്കാണെങ്കിൽ 23 വയസ്സുമാണ്. 23 വയസ്സ് പ്രായമുള്ള യുവതിയും 33 വയസ്സ് പ്രായമുള്ള യുവാവും. അതായത് 15, അതായത് ഞാൻ പറഞ്ഞില്ലേ, നീണ്ട 15 വർഷത്തോളം ഇവർ തമ്മിൽ കടുത്ത പ്രണയബന്ധത്തിലായിരുന്നു. എന്നാൽ ഏതാണ്ട് ഒരു 2 വർഷത്തോളമായിട്ട് ഇവർ പിരിഞ്ഞിരിക്കുകയായിരുന്നു, മറ്റ് പല കാരണങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ പെൺകുട്ടി ആരോപിക്കുന്നത് ഈ യുവാവ് തന്നെ ഭീഷണിപ്പെടുത്തി. ഈ പ്രണയബന്ധം ഇല്ലാതായതിനു ശേഷം തന്നെ ഭീഷണിപ്പെടുത്തി. അവർ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഇയാൾ ഒരുപാട് ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഫോണിൽ എടുത്തായിരുന്നു. ഇതൊക്കെ പ്രചരിപ്പിക്കും, ഇൻ്റർനെറ്റിൽ ഇതൊക്കെ പ്രചരിപ്പിക്കും. വീണ്ടും പ്രണയത്തിന് വേണ്ടിയിട്ട്, താനുമായിട്ട് അടുക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു എന്നാണ് ഈ യുവതി ആരോപിക്കുന്നത്. കാരണമുണ്ട്, വടി കൊടുത്തടി വാങ്ങിയതല്ലേ. ഇപ്പൊ ഈ യുവതിക്കെതിരെ എന്താ പറഞ്ഞ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അർദ്ധരാത്രിയായിരുന്നു സംഭവം. പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഈ ലേഡി, അതായത് പിന്നെ ഈ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ, സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി അതന്നെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ എന്താ ചെയ്യുക എന്നൊരു ചോദ്യം കൂടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതെ, യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത് അർദ്ധരാത്രിയാണ് ഈ സംഭവം. ചോര വാർന്ന് ഒഴുകി നിലവിളിച്ചോടുകയായിരുന്നു ഇതിലെ യുവാവ്. ഈ കാമുകന്റെ പേര് അബ്ദുൾ റഹ്മാൻ എന്നായിരുന്നു. അബ്ദുൾ റഹ്മാൻ. ഈ പെൺകുട്ടിയുടെ പേര് സോമയ്യ ഖാത്തൂൺ എന്നായിരുന്നു. അർദ്ധരാത്രി എനിക്ക് നിങ്ങളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് യുവാവിനെ വിളിച്ചു വരുത്തി. ഒരു പൂന്തോട്ടമായിരുന്നു പ്രദേശം. മനോഹരമായ സ്ഥലമാണ്. ആ പൂന്തോട്ടത്ത് നിലാവുള്ളൊരു രാത്രി. ആ പൂന്തോട്ടത്തിലേക്ക് എത്തിയ യുവാവിനെ മരത്തിൽ കെട്ടിയിട്ടു. കയറുകൊണ്ട് മരത്തിൽ കെട്ടിയിട്ടു. ഈ യുവാവിനെ 23 വയസ്സുള്ള പെൺകുട്ടി മരത്തിൽ കെട്ടിയിടുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമല്ലേ. അപ്പോൾ ആ യുവാവ് നിന്ന് കൊടുത്തു കാണുമെന്ന്, അല്ലെങ്കിൽ വേറെ 2 ആൾക്കാരുടെ സഹായം വേണം. മരത്തിൽ കെട്ടിയിട്ടു. ചൂരൽ കൊണ്ട് ദേഹത്ത് മുഴുവൻ ഈ യുവതി അടിച്ചു, പരിക്കേൽപ്പിച്ചതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി കൊണ്ട് ഈ യുവാവിൻ്റെ, ഈ അബ്ദുൾ റഹ്മാന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി. ജനനേന്ദ്രിയം മുറിച്ചു മാറ്റി. അയാള് നിലവിളിച്ച്, ചോര വാർന്ന് നിലവിളി കേട്ട് നാട്ടുകാരൊക്കെ കൂടി. അപ്പോഴത്തേക്കും ഈ സോമയ്യ ഖാത്തൂൺ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഇവരെ പിടികൂടുന്നത്. വധശ്രമത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ഇദ്ദേഹത്തെ, ഈ അബ്ദുൾ റഹ്മാനെ ശസ്ത്രക്രിയക്കായിട്ട്, വിദഗ്ധ പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ചികിത്സയിലാണ് അദ്ദേഹം. അതായത് ഇത് ശസ്ത്രക്രിയ ചെയ്തു. അതെ, ശസ്ത്രക്രിയ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ യുവതിക്ക് അദ്ദേഹത്തിൻ്റെ നേരെ വലിയ രീതിയിലുള്ളൊരു പ്രതികാരം മനസ്സിലുണ്ടായിരുന്നു. കാരണം താൻ അത്രയും കാലം ഇഷ്ടപ്പെട്ട ഒരാള് തന്നെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു. യുവതി പറയുന്നത് അതാണ്. അസഭ്യവർഷം, വല്ലാത്ത രീതിയിലുള്ള പീഡനങ്ങൾ, ശാരീരിക പീഡനങ്ങൾ, വാക്കുകൊണ്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെ ഞാൻ ഒരുപാട് സഹിച്ചു. എനിക്കിത് കഴിയില്ല. ഇനി ഇയാളെ എനിക്ക് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല.
അതുകൊണ്ട് ഞാൻ ഈ ബന്ധം ഉപേക്ഷിച്ചു. വളരെ വളരെ മര്യാദാപൂർവ്വം എനിക്ക് നിങ്ങളുമായിട്ട് ഇനി ബന്ധത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഈ യുവതി മാറി. വീണ്ടും ഇതേ യുവാവ് ഈ യുവതിയെ പിന്തുടരുക മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയാണ് അവരെ. അപ്പൊ ചെയ്തതിൽ മോശമുണ്ടെന്ന് പറയാൻ പറ്റുമോ? നിന്റെ ഒരുപാട് ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ആ ദൃശ്യങ്ങളൊക്കെ ഞാൻ ഓൺലൈൻ വഴി പ്രചരിപ്പിക്കും. അല്ല, ഒരു ഇതിൽ ഈ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ പലരും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാമുകനെ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും മോശം പറയാൻ പറ്റുമോ? അല്ല, ഒരാളുടെ ഒരു എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടിക്ക് നിയമ സാധുത തേടാം, നിയമത്തിൻ്റെ വഴിയെ നീങ്ങാം. ഇപ്പം ആരായി ഇവിടെ? അവർ തന്നെ വധശ്രമത്തിന് പോലീസ് അവർക്ക് നേരെ കേസെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ശരിയാണ്, ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് വായിക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പീഡനം, അസഭ്യവർഷം, ശരിയാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ നിയമം കയ്യിലെടുക്കുക അല്ലെങ്കിൽ ഏറ്റവും പ്രാകൃതമായ രീതിയിലുള്ളൊരു ശിക്ഷാരീതി സ്വയം നടപ്പാക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ്, ഇവിടെ നിയമവ്യവസ്ഥയൊക്കെയുള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുരുഷനാണ് ഈ രീതിയിലുള്ള എന്തെങ്കിലും പ്രതികാരം ചെയ്യുന്നതെങ്കിൽ അതും തെറ്റാണ്, സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ അതും തെറ്റാണ്. നിയമം കയ്യിലെടുക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ പല സിനിമകളും നമ്മുടെ നാട്ടിലൊക്കെ 22 ഫീമെയിൽ കോട്ടയം പോലുള്ള സിനിമകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ത്രീകളും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് പുരുഷന്മാർ പലരും ഈ രീതിയിലുള്ള പെരുമാറ്റം, പ്രതികാരമൊക്കെ നടത്തുമെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു കേരളത്തിൽ തന്നെ വളരെ പ്രമാദമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു സ്വാമിയുടെ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? ഗംഗേശാനന്ദ, സ്വാമി ഗംഗേശാനന്ദ. അതിൻ്റെ എന്താണ്? അല്ല, ഗംഗേശാനന്ദ സ്വാമിയുടെ കേസ് നേരെ അത് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഇതേപോലൊരു സാഹചര്യം തന്നെയാണ്. തന്നോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചു എന്ന പേരിലാണ് സ്വാമിയെ യുവതി ലിംഗം ഛേദിച്ച് കളഞ്ഞത്. ലിംഗം ബ്ലേഡ് കൊണ്ടെങ്ങാൻ മുറുക്കിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വലിയ കുറ്റപ്പെടുത്തലുകളുണ്ടായി. കേരളം മൊത്തം ആ യുവതിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഇത് വന്നു. പക്ഷെ പിന്നീട് ആ യുവതി മൊഴി മാറ്റി. കാരണം അന്വേഷണം വന്നതിന് ശേഷം പിന്നീട് സംഭവിച്ച യാഥാർത്ഥ്യ കാര്യം അവർക്ക് പറയേണ്ടി വന്നു. അതായത് കോടതിയിൽ പ്രതിഭാഗം പൊളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം ഈ പറയുന്ന പോലെ ഒന്നുമല്ല സംഭവിച്ചത്. അതായത് ഈ പറയുന്ന യുവതിയും കാമുകനും തമ്മിലുള്ള പ്രണയത്തെ എതിർത്തതിൻ്റെ പേരിൽ, വീട്ടുകാരോട് ഈ കുട്ടിയൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ നടത്തിയൊരു നാടകമായിരുന്നു ഇത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് സ്വാമിയെ ഒരു ട്രാപ്പിൽ പെടുത്തുകയും ആ ട്രാപ്പിലൂടെ ഈ പറയുന്ന സ്വാമിയുടെ ലിംഗം മുറുക്കിയായിരുന്നു ഉണ്ടായത്. അതായത് ഈ യുവതിക്ക് ഒരാളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, അതിനു വേണ്ടിയിട്ട് സ്വാമി സമ്മതിച്ചില്ല. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ലിംഗം ഛേദിച്ചു കളഞ്ഞു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പം ഈ യുവതി മൊഴി മാറ്റിയതിന്റെ പേരിൽ യുവതിയെ കൂടി പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുകയാണ്. അല്ല, യഥാർത്ഥത്തിൽ യുവതിയെ കൂടി മാത്രമല്ലല്ലോ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടത്. കാരണം ഇത്തരത്തിലൊരു കേസ് അന്വേഷിച്ച് ആ സ്വാമിക്കെതിരെ FIR-ഉം കുറ്റപത്രവും ഒക്കെ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, ഇവരെത്രമാത്രം ഇത് അന്വേഷിച്ചിട്ടാണ്, എത്രമാത്രം ഇവർ ഗൗരവത്തിലാണ് ഈ കേസ് കൊടുത്തത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മൾ പല കേസുകളെക്കുറിച്ചും പറയുമ്പോഴും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്ത് തന്നെയായാലും ആ കേസ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഗൗതം പറഞ്ഞതുപോലെ ഈ ബംഗാളിൽ സംഭവിച്ച ഈ ഒരു സംഭവം, അതായത് ഈ പറയുന്ന പ്രണയത്തിൻ്റെ പേരിൽ തന്നോട് ഇത്രയും ക്രൂരത ചെയ്ത ഒരു മനുഷ്യൻ്റെ ലിംഗം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല, ആളുകൾ അങ്ങനെ ചോദിച്ചാൽ എന്നാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ ലോകത്താണ്. നിയമം ആർക്കും കയ്യിലെടുക്കാനുള്ള യാതൊരു തരത്തിലുമുള്ള അവകാശവുമില്ല, അതാണ് ഇതിൽ പറയാൻ. പക്ഷെ യഥാർത്ഥത്തിൽ നിയമം നടപ്പിലാക്കപ്പെടുന്ന സ്ഥലത്താണെങ്കിലല്ലേ അതിന് പ്രാധാന്യമുള്ളൂ. അല്ല, അത് നിയമത്തിന്റെ വഴിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ സംശയം, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി, എങ്കിലും ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. ഈ ബംഗാളിലൊക്കെ യഥാർത്ഥത്തിൽ ബംഗാളിലൊക്കെ നിയമത്തിന്റെ വഴിയൊക്കെ നടക്കുന്നൊക്കെ ഗൗതം വിശ്വസിക്കുന്നുണ്ടോ?
അല്ല അത് അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി നിയമം കയ്യിലെടുക്കുക എന്നതല്ല അതിൻ്റെ ശരി എന്നുള്ളത്. ഏതറ്റവും പോയി നിയമം നടപ്പിലാക്കാനുള്ള കരുത്ത്, ധൈര്യം കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, ഞാൻ അത് എതിർക്കുന്നില്ല. പക്ഷേ നിയമത്തിനപ്പുറം നീതി ദേവത, നീതി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ നീതി കിട്ടാതാകുമ്പോൾ അതെ, ആ മരിച്ചുപോയി എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. നീതി ഇല്ലെങ്കിൽ നീ തീയാവുക എന്നൊക്കെ പറയുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിൽ പോലും ഈ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അതായത് ഒരാളുടെ ലിംഗം അറുത്തു മാറ്റുക എന്നൊക്കെ പറയുന്നത് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ്. അതങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് അതിൽ അത്തരമൊരു ഭാഗം കൂടെ അവിടെ ഉണ്ട്. ആ സ്ത്രീക്ക് ഒരു പക്ഷേ നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ടാവാം അങ്ങനെ ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒരു പക്ഷേ ഇവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിൻ്റെ പുറത്ത് യാതൊരു തരത്തിലുമുള്ള നടപടികളും ഇയാൾക്കെതിരെ ഇയാളെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റ് ദ എൻഡിലായിരിക്കും ഈ ഒരു കടന്ന കൈയിലേക്ക് ഇവർക്ക് കടക്കേണ്ടി വന്നിട്ടുണ്ടാവുക. എങ്കിലും നാളെ ഈ പറഞ്ഞ പോലെ ഗംഗേഷ് ആനന്ദ് ഇവിടെ പറഞ്ഞ പോലെ നേരെ തിരിയുമെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്നുള്ളത് പുറത്തു വരാനിരിക്കുകയാണ്. എന്തായാലും എല്ലാ കാമുകന്മാരും മാനം മര്യാദയ്ക്ക് പ്രണയിച്ചു പോവുകയാണെങ്കിൽ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കൂടിയാണ് ആലോചിക്കേണ്ടത്. സ്ത്രീകൾ ഭയങ്കര പവർഫുൾ ആണ്. അല്ല, അത് അങ്ങനെ ആയി തീർന്നിരിക്കുന്നു.